മാസപ്പടി കേസ് ശശിധരൻ കർത്തയെ ഇന്ന് ചോദ്യം ചെയ്യും. മാസപ്പടി കേസിൽ CMRL MD-യായ ശശിധരൻ കർത്തയെ ED ഇന്ന് ചോദ്യം ചെയ്യും. CMRL ഉദ്യോഗസ്ഥരായ ചന്ദ്രശേഖരൻ, സുരേഷ് കുമാർ, അഞ്ജു എന്നിവരോടും കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ T വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് യാതൊരുവിധ സേവനവും നൽകാതെ കരിമണൽ കമ്പനിയായ CMRL നിന്ന് 1.72 കോടി കൈപ്പറ്റിയെന്ന പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറും നടത്തിയ പണമിടപാടുകളുടെ രേഖകൾ ഹാജരാക്കാനും CMRL പ്രതിനിധികൾക്ക് ED നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CMRL പ്രതിനിധികളിൽ നിന്ന് വിവരശേഖരണം നടത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ T വീണയെ ചോദ്യം ചെയ്യാനാണ് EDയുടെ തീരുമാനം. വെള്ളമെടുക്കുന്നതിനെ ചൊല്ലി തർക്കം. 34-കാരിയെ 15-കാരി കുത്തിക്കൊന്നു. പൊതു ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ 15 വയസ്സുകാരി അയൽവാസിയായ 35-കാരിയെ കുത്തിക്കൊന്നു. സോണി എന്ന യുവതിയാണ് മരിച്ചത്. ആക്രമണത്തിൽ സോണിക്ക് വയറിലും കൈകൾക്കുമാണ് കുത്തേറ്റത്. പെൺകുട്ടിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിലെ ഫർഷ് ബസാർ ഏരിയയിലാണ് സംഭവം നടന്നത്. പൊതു ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനെ ചൊല്ലി സോണിയും അയൽവാസിയായ ഒരു സ്ത്രീയും അവരുടെ മകളുമായി തർക്കമുണ്ടായി. ഇതിനിടെ സോണി പെൺകുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ചു. കുട്ടി പിന്നീട് ആശുപത്രിയിൽ പോയി ചികിത്സ തേടുകയും എക്സ്റേ എടുക്കുകയും ചെയ്തു. പിന്നീട് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം വീണ്ടും സോണിയുമായി ഇവർ തർക്കത്തിലായി. ഇതിനൊടുവിൽ പെൺകുട്ടി കത്തിയെടുത്ത് സോണിയെ കുത്തുകയായിരുന്നു. അന്വേഷണത്തിനൊടുവിൽ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയതായി പോലീസ് അറിയിച്ചു. ഗുരുവായൂർ മധുര എക്സ്പ്രസിൽ യാത്രക്കാരന് പാമ്പ് കടിയേറ്റു. ട്രെയിനിൽ യാത്രക്കാരന് പാമ്പ് കടിയേറ്റെന്ന സംശയം. ഗുരുവായൂർ മധുര എക്സ്പ്രസിലെ യാത്രക്കാരനാണ് പാമ്പ് കടിയേറ്റതായി പറയുന്നത്. ഏറ്റുമാനൂരിൽ വെച്ചാണ് ഗുരുവായൂർ മധുര എക്സ്പ്രസിലെ 7-ാം നമ്പർ ബോഗിയിലെ ഒരു യാത്രക്കാരന് പാമ്പ് കടിയേറ്റതായി സംശയം തോന്നിയത്. ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പിന്നാലെ 7-ാം നമ്പർ ബോഗിയിലെ യാത്രക്കാരെ ഒഴിപ്പിച്ച് ട്രെയിൻ യാത്ര തുടർന്നു. ബോഗിയിൽ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. അതേസമയം യാത്രക്കാരനെ കടിച്ചത് പാമ്പ് തന്നെയാണോ എന്ന സംശയത്തിലാണ് റെയിൽവേ പോലീസ്. ട്രെയിനിൽ വെച്ച് എലിയാണോ കടിച്ചതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നയിച്ചിരിക്കുന്ന സംശയം. ഒരു റിബണെങ്കിലും കയറിൽ കെട്ടിയിരുന്നിൽ അവൻ്റെ ജീവൻ നഷ്ടമാകില്ലായിരുന്നു. റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി കൊച്ചിയിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയ്ക്കായി റോഡിൽ കെട്ടിയ വലിയ കയർ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികനായ കൊച്ചി വടുതല സ്വദേശി മനോജ് ഉണ്ണിയാണ് മരിച്ചത്. പോലീസ് റോഡിന് കുറുകെ കയർ കെട്ടിയത് കാണുന്ന രീതിയിലായിരുന്നില്ലെന്നും കയർ കെട്ടിയതിന് കാണുന്നതിനായി അതിനു മുകളിൽ മുന്നറിയിപ്പായി ഒരു റിബണെങ്കിലും കെട്ടിവെക്കാമായിരുന്നുവെന്നും മനോജ് ഉണ്ണിയുടെ സഹോദരി ചിപ്പി ആരോപിച്ചു. സ്കൂട്ടറിൽ കൊണ്ടുവന്ന 6 ലക്ഷം രൂപ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ സ്കൂട്ടറിൽ കൊണ്ടുവന്ന 6 ലക്ഷം രൂപ ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിച്ചെടുത്തു. പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചെക്ക് പോസ്റ്റുകളിൽ നിയോഗിച്ചിട്ടുള്ള SST സ്ക്വാഡുകളുടെയും പോലീസ് സ്ക്വാഡുകളുടെയും സംയുക്ത പരിശോധനയിൽ വേലന്താവളം ചെക്ക് പോസ്റ്റിൽ നിന്നാണ് പണം പിടികൂടിയത്. തമിഴ്നാട് ചാവടിയിൽ നിന്നും സ്കൂട്ടറിൽ കൊണ്ടുവരികയായിരുന്ന 6 ലക്ഷം രൂപ കണ്ടെത്തി പിടിച്ചെടുക്കുകയായിരുന്നു. തുടർ നടപടികൾക്കായി ഈ പണം കൊഴിഞ്ഞമ്പാറ പോലീസിന് കൈമാറിയതായി വേലത്താവളം ചെക്ക് പോസ്റ്റ് SST സ്ക്വാഡിന്റെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ചിറ്റൂർ ഭൂരേഖ തഹസിൽദാരുമായ ശരവണൻ അറിയിച്ചു. മതിയായ രേഖകളില്ലാതെ നിയമാനുസൃതം കയ്യിൽ വെക്കാവുന്നതിൽ കൂടുതൽ തുക കൈവശം വെച്ച സാഹചര്യത്തിലാണ് നടപടിയെന്നും അദ്ദേഹം അറിയിച്ചു.